Vigneshwara Exports. Hi, Ravi. At usual place, usual time. Okay? രമേ, ഈ പൂവിനെ പോലെ നമ്മുടെ ജീവിതവും എന്നും നിറമുള്ളതായിരിക്കണം. രവി, എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. നിങ്ങളുടെ സ്നേഹത്തെയും വിശ്വസിക്കുന്നു. എന്നാൽ നിങ്ങൾ വലിയവരാണ്. എന്റെ അച്ഛന്റെ വ്യാപാരം നശിച്ചതിന് ശേഷം ഞങ്ങളുടെ സ്ഥിതി ഒരുപാട് കഷ്ടത്തിലായി. അതിനുശേഷമാണ് ഞാൻ ഇവിടെ വന്ന് ജോലിക്ക് ചേർന്നത്. താങ്ക് ഗോഡ്. അതുകൊണ്ട് രമയെ എനിക്ക് കണ്ടുമുട്ടാൻ കഴിഞ്ഞു. അതെന്റെ ഭാഗ്യമാണ്. നമ്മൾ രണ്ടുപേരും ഭാഗ്യം ചെയ്തവരാണ്. എന്റെ അച്ഛൻ നമ്മുടെ വിവാഹത്തിന് സമ്മതിച്ചു. അതെ രമേ. Hello, trunk booking? This is 25258. Book a call to Mancheri, 5023. Urgent call. Thank you. എന്തെങ്കിലും പറഞ്ഞു? എന്തോ പറയണമെന്ന് പറഞ്ഞില്ലേ? പറയൂ. ഓ റിയലി? ഞാൻ വരട്ടെ. അതുവരെ നീ ഒറ്റയ്ക്കാണെന്ന് കരുതണ്ട. എനിക്ക് കമ്പനി ഇവിടെ ഉണ്ട്. ഓക്കെ? അതിരിക്കട്ടെ. നിനക്ക് പെൺകുഞ്ഞു വേണോ ആൺകുഞ്ഞു വേണോ? എനിക്ക് നിങ്ങളെ മതി. ഇത് ദൈവം തന്നതാ. നിങ്ങളെ ഞാൻ സെലക്ട് ചെയ്തതാ. ഹലോ, മഞ്ചേരിയാണോ? കൊടുക്കൂ. ഹലോ അമ്മേ, ഞാൻ രമയാണ് സംസാരിക്കുന്നത്. ഒരു ഗുഡ് ന്യൂസ്. രവിയുടെ അച്ഛൻ ഞങ്ങളുടെ വിവാഹത്തിന് സമ്മതിച്ചിരിക്കുന്നു. രവി തന്നെയാണ് പറഞ്ഞത്. എനിക്ക് വളരെ സന്തോഷമായി മോളെ. അതിനേക്കാളും മുഖ്യമായ ഒരു കാര്യമുണ്ട്. എനിക്ക് ഇപ്പോഴാണ് വിശദമായ വിവരം കിട്ടിയത്. നിന്റെ അച്ഛൻ ആക്സിഡന്റ് ആയി മരിച്ചതല്ല മോളെ. അദ്ദേഹത്തിന്റെ പാർട്ട്ണർ ലോറി കയറ്റി കൊന്നതാണ്. കൊലയോ? അതെ രമേ. നിനക്ക് ഞാൻ കത്തെഴുതിയാണ് പോസ്റ്റ് ചെയ്തില്ല. അപ്പോഴാണ് എന്റെ ഫോൺ കിട്ടിയത്. രമേ, ഒരു കാര്യം ചെയ്യും. നാളെ നിന്റെ ഓഫീസ് അവധിയാണല്ലോ. രാവിലെ ഇങ്ങോട്ട് വരൂ. എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമാക്കി തരാം. ശരി അമ്മേ. അമ്മേ, അമ്മേ, ഇന്നലെ രാത്രി ഫോൺ ചെയ്ത് വരാൻ പറഞ്ഞത് ഇത് കാണാനായിരുന്നു അമ്മേ.
കുഞ്ഞ് കുഞ്ഞ് വരുന്നു എന്നറിഞ്ഞ് അമ്മ വളരെ സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു. എന്നെ മാർക്കറ്റിലേക്ക് അയച്ചു. മടങ്ങി വരുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. കുഞ്ഞിനെ അയക്കാൻ അമ്മ എഴുതി വെച്ച കത്തായത്. കുഞ്ഞ് വരുന്നു എന്നറിഞ്ഞ് പോസ്റ്റ് ചെയ്തില്ല. ഇതാ കത്ത്. പുരുഷോത്തമൻ. നാളത്തെ ഈവനിങ് ഫ്ലൈറ്റിന് നമ്മുടെ ഒരു അതിഥി ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അയാളുടെ കോട്ടിൽ ചുവന്ന റോസാപ്പൂ കുത്തിയിട്ടുണ്ടാവും. അയാൾക്ക് നമ്മുടെ ബ്രീഫ് കേസ് കൊടുക്കണം. അയാൾ വേറൊരു ബ്രീഫ് കേസ് തരും. അത് വാങ്ങി ഭദ്രമായി നമ്മുടെ ജൂനിയർ ഷാപ്പിൽ കൊടുക്കും. ഓക്കെ? യെസ് ബോസ്. ഇന്ന് എത്ര പെൺകുട്ടികളെ കിഡ്നാപ്പ് ചെയ്തു? 2 പേരെ. വെരി ഗുഡ്. നാളെ നേരം പുലരുന്നതിന് മുമ്പ് അവരുടെ കണ്ണ് കെട്ടി അവരവരുടെ സ്ഥലത്ത് കൊണ്ടുപോയി വിട്ടേക്കും. ഓക്കെ ബോസ്? പുരുഷോത്തമ, ആരാണ് നീ? നീ കൊല ചെയ്തില്ലേ നിന്റെ പാർട്ട്ണർ വിശ്വനാഥൻ? അദ്ദേഹത്തിന്റെ മകളാണ് ഞാൻ. ഓഹോ, ആ വിശ്വനാഥന്റെ മകളാണോ നീ? നിന്റെ അച്ഛനെ ഞാൻ കൊല ചെയ്തെന്നു? ആരാ പറഞ്ഞത്? എല്ലാം എനിക്കറിയാം. എന്റെ അച്ഛനെ പാർട്ണർഷിപ്പിൽ നീ വഞ്ചിച്ചതും അദ്ദേഹത്തിന് കിട്ടാനുള്ള പണം നീ തട്ടിയെടുത്തതും എന്റെ അച്ഛൻ കേസ് കൊടുക്കാൻ പോയപ്പോ അദ്ദേഹത്തെ നീ കൊന്നതും എല്ലാം എനിക്കറിയാം. എന്റെ അച്ഛനെ കൊന്ന വിവരം അറിഞ്ഞ എന്റെ അമ്മയെ നിങ്ങൾ കൊന്നു. എന്നെ അച്ഛനും അമ്മയും ഇല്ലാത്തവളാക്കി. എന്നെ നിങ്ങൾ ആരോരും ഇല്ലാത്ത അനാഥയാക്കി. ഞങ്ങളോട് എന്തിനെ ദ്രോഹം ചെയ്തു? പറയൂ. പറയാനല്ലേ പറഞ്ഞത്? സമാധാനിക്ക്, സമാധാനിക്ക്. കരയണ്ട, കരയ. വളരെ കഷ്ടമായി. അല്ല, നിന്റെ അച്ഛൻ, ആ പാവം മനുഷ്യൻ, ഇത്ര നല്ല സൗന്ദര്യവതിയായ മകളുണ്ടെന്ന് എന്നോടൊരു വാക്ക് പറയാതെ മരിച്ചു പോയല്ലോ. നോക്ക് നോക്ക് നോക്ക്. നീ വിഷമിക്കേ ചെയ്യും. പിന്നെ നിന്നെ ഞാൻ ഒരിക്കലും അനാഥയാകാൻ വിടുകയില്ല. ഒരു റാണിയെ പോലെ ഞാൻ നോക്കിക്കോളാം. റാണിയോട് ഞാൻ പുരുഷോത്തമനാണ് സംസാരിക്കുന്നത്. ആ രമയില്ലേ, അവളുടെ അച്ഛനെയും അമ്മയെയും ഞാൻ മർഡർ ചെയ്തെന്ന് അവൾ മനസ്സിലാക്കി എന്നെ കൊല്ലാൻ വന്നു. ഞാൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അവളെ ഞാൻ തടുത്തു. എന്റെ കൈ കുത്തിയിട്ട് പിടിക്കാൻ ചെന്നപ്പോ അവൾ ഓടി. ഇപ്പൊ അവൾ പുറത്തുള്ളത് എനിക്ക് വളരെ ആപത്താണ്. എങ്ങനെയെങ്കിലും അവളെ ഒന്ന് തട്ടിയേ പറ്റൂ. എന്ത് പറയുന്നു? വേണ്ടെന്നോ? പിന്നെന്ത് ചെയ്യാം? അവളെ വിട്ടുവെക്കുന്നത് എനിക്ക് ആപത്താണ്. വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യാം. അവൾ വീട്ടിൽ വന്നു, ബ്യൂറോ തുറന്ന് വൈര നെക്ലേസ് എടുത്തോണ്ട് ഓടിപ്പോകാൻ ശ്രമിച്ചു. ഞാൻ പിടിക്കാൻ പോയി. അപ്പോ എന്നെ കുത്തിയിട്ട് രക്ഷപ്പെട്ടു. ഇവിടുന്ന് ഓടിപ്പോകുന്നത് കണ്ടതായ സാക്ഷികളെ സൃഷ്ടിക്കണം. ഇൻസ്പെക്ടർ ജോൺസൺ. സർ. യെസ് സർ. വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ. രമ. ഓക്കെ സർ. യെസ് സർ. കോൺസ്റ്റബിൾസ് പൊയ്ക്കോളൂ. Stop it! Hey, stop it!
ഒരു അത്യാവശ്യ കാര്യമായിട്ട് വേഗത്തിൽ പോയായിരുന്നു സാർ. എന്താ അത്യാവശ്യ കാര്യം? എന്താടാ ബോക്സില്? ബിസ്ക്കറ്റ്, ഗോൾഡ് ബിസ്ക്കറ്റ്. ഞങ്ങൾ വെറും ശമ്പളക്കാരാണ് സാർ. മുതലാളി കൊടുത്തയച്ചതാ. തുറന്ന് കാണിക്കടാ. എന്താണോ, എന്ത് പറ്റി? നമ്മുടെ സയ്യിദിനെ പോലീസ് പിടികൂടി. ആരാ പിടിച്ചത്? ആ ഇൻസ്പെക്ടർ നാരായണൻ. ഞാൻ ഈ ബോക്സുമായി ഓടി രക്ഷപ്പെട്ടു. സാരമില്ല, ശരിയാക്കാം. നീ ഈ ബോക്സ് കൊണ്ടുപോയി തോമസ് കുട്ടിയെ ഏൽപ്പിച്ചേക്കൂ. അപ്പോ സയ്യിദ്? അവന്റെ കാര്യം ഞാൻ ഏറ്റു. ഗോ മാൻ. ഹലോ, SP മുരളീധരനല്ലേ? ഞാൻ പുരുഷോത്തനാണ് സംസാരിക്കുന്നത്. ഒരു അർജന്റ് മാറ്റർ ഉണ്ട്. എനിക്കറിയില്ല. പറയാനാ പറഞ്ഞത്? എനിക്കറിയില്ല സാർ. പറഞ്ഞില്ലെങ്കിൽ നിന്റെ എല്ലാം ഞാൻ ഓരോ നൂലെടുക്കും. സത്യം പറഞ്ഞില്ലെങ്കിൽ സാർ എന്നെ കൊല്ലും. സത്യം പറഞ്ഞ ആ മുതലാളി എന്നെ, എന്റെ കുടുംബത്തെ കൊല്ലും സാർ. നീ പറയില്ലല്ലോ. ഹലോ, A5 പോലീസ് സ്റ്റേഷൻ. സർ, യെസ് സർ, ഞാൻ കൊടുക്കാം സർ. മിസ്റ്റർ നാരായണൻ, SP അണ്ടറായി. മിസ്റ്റർ നാരായൺ, സയ്യത്ത് എന്ന ഒരാളിനെ ഇപ്പൊ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അതെ സാർ. ഓ, ഐ സി. അവന്റെ കയ്യിൽ നിന്ന് തെളിവ് എന്തെങ്കിലും കിട്ടിയോ? ഇല്ല സാർ, കൂടെ ഉണ്ടായിരുന്ന ബോക്സുമായി ഓടി രക്ഷപ്പെട്ടു. നോക്കൂ മിസ്റ്റർ നാരായൺ, എനിക്ക് അവനെ നന്നായിട്ട് അറിയാം. അവൻ വളരെ പാവമാണ്. യു ഡു വൺ തിങ്, റിലീസ് ഹിം. വാട്ട്? അവനെ റിലീസ് ചെയ്യാനോ? എന്താ സാർ, ഈ കേസ് കണ്ടുപിടിക്കാൻ രാവും പകലും വളരെ കഷ്ടപ്പെട്ടു സാർ. അല്ല സാർ, ഈ സ്മഗ്ലിംഗ് അങ്ങനെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെന്ന് ദിവസവും പേപ്പറിലും അസംബ്ലിയിലും വളരെയേറെ പ്രശ്നങ്ങൾ പൊങ്ങിവരുന്നുണ്ട് സാർ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് തന്നെ അപമാനമായിരിക്കാണ് സാർ. അത് സാറിന് അറിയാമല്ലോ. അല്ല സാർ, ഈ ഗ്യാങ്ങിൽ ലീഡറിനെ കണ്ടുപിടിക്കാൻ സാധിച്ചാൽ നാളെ എന്റെ ഒരു ഗ്യാങ് നമ്മളെ വലയിൽ വീഴ്ത്താൻ സാർ. എനിക്കൊരു 5 നിമിഷം സമയം തരാം സാർ. അവനെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കാം സാർ. ഇൻസ്പെക്ടർ നാരായൺ, ദിസ് ഈസ് മൈ ഓർഡർ. ഓക്കെ? ഒരു സ്മഗ്ലർ വളരെ കഷ്ടപ്പെട്ട് പിടിച്ചു, എന്നിട്ട് ഇത്ര പെട്ടെന്ന് വിടാൻ പറയുന്നു. മിസ്റ്റർ നാരായണൻ, എന്റെ അനുഭവം വെച്ച് പറയുക, തെറ്റായി കരുതരുത്. മുകളിൽ നിന്ന് വന്ന ഓർഡറിനെ ഡിസൊബേ ചെയ്യുന്നത് ആപത്താണ്. നോക്കൂ, നമുക്ക് നാമേ കുഴി തോണ്ടിയതുപോലെ. ഞാൻ പറയുന്നത് കേൾക്കൂ, അവനെ അങ്ങ് വിട്ടേക്ക്. PC, അവനെ തുറന്നോട്ടേക്കൂ. ഇതെന്താ കേസ്? ഇത് ഭയങ്കര കേസാ. കളവ്, കൊലപാതകം. ഈ പെണ്ണോ? അതെ മിസ്റ്റർ നാരായണൻ, ഒന്നും അറിഞ്ഞുകൂടാത്ത പോലെയാ. അവസരം കിട്ടിയാൽ അരിഞ്ഞുകളയും. ആരെയാ കൊല ചെയ്യാൻ ശ്രമിച്ചത്? ആ പ്രജാസേവാ നിരത പുരുഷോത്തമനെ. ഇല്ല, നോക്കൂ, ഞാൻ മോഷ്ടിക്കാൻ പോയില്ല. ഞാൻ ആരെയും കൊല്ലാനും പോയില്ല. ഞാൻ നിരപരാധി. സാർ, എനിക്ക് നിങ്ങളോട് ഇപ്പൊ സംസാരിക്കണം.
ഇതാണ് സാർ എന്റെ കഥ. സാർ, ഇവരുടെ കഥ കേട്ടിട്ട് ഇവർ നിരപരാധിയാണെന്ന് തോന്നുന്നു. എന്തുകൊണ്ട് ഇവരെ വെറുതെ വിട്ടുകൂടാ? സോറി മിസ്റ്റർ നാരായൺ, ഇത് SP-യുടെ നിർദ്ദേശമാണ്. FIR എഴുതി കഴിഞ്ഞു. ചാർജ് ഷീറ്റ് കൊടുത്ത് ഇവരെ കോർട്ടിൽ ഹാജരാക്കണം. ഐ സി. നോക്കിരമേ, നിങ്ങൾക്കിനി ഒരു വഴിയേ ഉള്ളൂ ബാക്കി. ആരെങ്കിലും നിങ്ങൾ ജാമ്യത്തിലെടുക്കണം. ഏതെങ്കിലും വക്കീലിന് പരിചയമുണ്ടോ? ഇല്ല സാർ. എങ്കിൽ മറ്റാരെങ്കിലും ഈ നാട്ടിൽ പരിചയമുണ്ടോ? ഉണ്ട് സാർ. മിസ്റ്റർ രവി. 765064 ആണ് ഫോൺ നമ്പർ. റൈറ്റ്. രവി, എന്റെ രവി വന്നല്ല. നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. സോറി രമേ, ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നല്ല, നമ്മൾ രണ്ടുപേരും പറയാനാ വന്നത്. രവി, എന്തായി പറയുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നിന്റെ യഥാർത്ഥ ഗുണം എന്തെന്നറിയാതെ ഞാൻ നിന്നെ സ്നേഹിച്ചില്ലേ? അതാണ് ഞാൻ ചെയ്ത തെറ്റ്. നിനക്ക് പണം വേണമെങ്കിൽ എന്നോട് ചോദിക്കാമായിരുന്നു. ആഭരണം വേണമെങ്കിൽ ഞാൻ വാങ്ങി തരുമായിരുന്നില്ലേ? നയാ പൈസ പോലും സ്ത്രീധനം വാങ്ങാതെ എന്റെ അച്ഛൻ നിന്നെ മരുമകളാക്കാൻ തയ്യാറായില്ലേ? അങ്ങനെ ഒരാളെ നീ കൊല്ലാൻ ശ്രമിച്ചില്ലേ? എന്ത്? പുരുഷോത്തമൻ നിങ്ങളുടെ അച്ഛനോ? അതെ, എന്റെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചോളല്ലേ നീ? നിന്റെ റൂം ചെക്ക് ചെയ്തപ്പോ ആ രക്തം പുരണ്ട സാരി കിട്ടി. അത് പരിശോധനയ്ക്ക് അയച്ചാൽ അത് മിസ്റ്റർ പുരുഷോത്തമന്റെ രക്തമാണെന്ന് തെളിവായേക്കും. അങ്ങനെയല്ല സാർ, അവിടെ യഥാർത്ഥത്തിൽ നടന്നത് വേറെയാണ്. ആയിരിക്കാം. അതിന് നിന്റെ അഭിപ്രായമല്ലാതെ മറ്റു തെളിവുകളൊന്നുമില്ലല്ലോ. നിന്നെ കാണുമ്പോ എനിക്ക് അയ്യോ കഷ്ടം തോന്നും. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? കോടതിക്ക് സാക്ഷികളും തെളിവുകളുമാണ് ആവശ്യം. സർക്കാർ വക്കീൽ സമർത്ഥമായി ആർഗ്യ ചെയ്ത് നിനക്ക് മരണശിക്ഷ വാങ്ങിച്ചു തരും, തീർച്ച. ഞാൻ നിന്നോടൊരു കാര്യം പറയാം. അതനുസരിച്ച് പെരുമാറിയാൽ ആ മരണശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. എന്താണ് സാർ? നീ കോർട്ടിൽ ആ കുറ്റം സമ്മതിക്കണം. സാർ, നീ ഇത് സമ്മതിച്ചാൽ ആ സമയത്തെ ഏതോ ഒരു ആവേശത്തിൽ സംഭവിച്ചതാണെന്ന് നമുക്ക് കോടതിയുടെ ദയക്ക് അപേക്ഷിക്കാം. ന്യായാധിപതി എന്റെ ഒരു പരിചയക്കാരനാണ്, ദയാലുവാണ്. നിന്നോട് ദയ തോന്നിയ അദ്ദേഹം വെറുതെ വിടും. എന്താ? എനിക്കിതൊന്നും അറിയില്ല. ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. നിങ്ങൾ പറയുന്ന പോലെ കേൾക്കാൻ ഞാൻ. എന്നാ ബാക്കി ഞാൻ ഏറ്റു. ഈ കഴിഞ്ഞ ആഗസ്റ്റ് മാസം 18-ാം തീയതി ഇന്നാട്ടിലെ വ്യവസായ പ്രമുഖനായ ശ്രീ പുരുഷോത്തമന്റെ വീട്ടിൽ മോഷ്ടിക്കാനുള്ള ഉദ്ദേശത്തോടെ നീ അവിടെ ചെന്നതായും ശ്രീമാൻ പുരുഷോത്തമൻ നിന്നെ കണ്ട് അത് തടയാൻ ശ്രമിച്ചപ്പോ അദ്ദേഹത്തെ കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചതായും നിന്റെ പേരിൽ കുറ്റം ചുമത്തപ്പെട്ടിരിക്കുന്നു. ഇതേപ്പറ്റി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ രമേ, ഉത്തരം പറയൂ. ഞാൻ അത് സമ്മതിക്കുന്നു. പ്രോസിക്യൂഷൻ ഭാഗത്ത് നിന്ന് ആരോപിക്കപ്പെട്ട വിവിധ കുറ്റങ്ങൾക്ക് IPC 457, 380, 307 വകുപ്പുകൾ പ്രകാരം പ്രതി കുമാരി രമയെ ശിക്ഷിക്കേണ്ടതാണ്. എന്നാൽ പ്രതിയുടെ വധശ്രമത്തിനുണ്ടായ സാഹചര്യങ്ങൾ പരിശോധിച്ചപ്പോൾ അത് യാദൃശികമായി സംഭവിച്ചതാണെന്ന് കോടതിക്ക് ബോധ്യം വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, പ്രതി വിദ്യാസമ്പന്നയും അവിവാഹിതയും ആയതുകൊണ്ടും പ്രതിക്ക് ജീവിക്കാൻ മറ്റ് യാതൊരു മാർഗങ്ങളുമില്ലെന്ന് ബോധ്യപ്പെട്ടതിനാലും ഈ കോടതി പ്രതി രമയ്ക്ക് 1 വർഷത്തെ സാമാന്യ ശിക്ഷ വിധിച്ചിരിക്കുന്നു.
ആ, നിങ്ങൾ ആ പോലീസ് വാനിൽ പോയിരിക്കും. എന്താടി, എന്നോടാണോ കളിക്കുന്നത്? വക്കീല്, പോലീസ്, ജഡ്ജ്, മന്ത്രി എല്ലാം എന്റെ പോക്കറ്റില. ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. നോക്ക്, ഇനിയും സമയം വൈകി പോയിട്ടില്ല. ഞാൻ പറയുന്നത് അനുസരിച്ചാൽ ജയിലിൽ പോയി കല്ലുടയ്ക്കുന്നതിനേക്കാളും അന്തസ്സായി എന്റെ വീട്ടിലെ പൂമത്തയിൽ സുഖമായി കഴിയാം. ഛീ, നിന്നെ പോലത്തെ രാക്ഷസന്മാരോട് ജീവിക്കുന്നതിനേക്കാളും ജയിലിൽ കഴിയുന്നതാണ് ഭേദം. ആ? നോക്ക്, ഈ സാരി മാറിയിട്ട് ഈ ജയിൽ ഡ്രസ് കൊടുത്തോ. എന്താടി നോക്കി നിൽക്കുന്നേ? ഞാൻ പറഞ്ഞു കേട്ടില്ലേ ഈ സാരി കൊടുക്കാൻ. സാരി മാറ്റാനുള്ള സ്ഥലം വരെ വാ. ഇതെന്ത് നിന്റെ അമ്മായിമ്മയുടെ വീടെന്ന് വിചാരിച്ചോ? സാരി മാറാനായിട്ട് ഒരു റൂം, കിടന്നുറങ്ങാൻ ഒരു റൂം, എല്ലാം ഇവിടെ തന്നെ. നാണിക്കുന്നു. ആരോ ഒരുത്തിനെ കൊല്ലാനായിട്ട് പോയില്ലേ? ആ സമയത്ത് എവിടെ പോയിടി ഈ നാണം? ഉടുക്കടി. എന്താടി ഇത്ര താമസം? മണവാട്ടി ചമയാണല്ലേ? ഒന്ന് തന്നാലേ പല്ലെല്ലാം കൊഴിയും നോക്കോ. സാരി ഉടുക്കാനൊരു സമയം. അങ്ങോട്ട് നടക്ക്. എന്താടി ഇത്ര കാണാൻ? എല്ലാം അങ്ങോട്ട് മാറി. പാവം കരയുണ്ടാ? എന്തിനാ കരയുന്നേ? ഞാനും ആദ്യം ഇങ്ങനെയൊക്കെ ആയിരുന്നു. എന്നോണ്ട് പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ല എന്നെ സഹായിക്കാൻ. നിനക്ക് ഞാനുണ്ട്. വാടിയുടെ ഞാൻ നോക്കൂ. മര്യാദക്ക് ഞാൻ പറയുന്നത് കേട്ട് അനുസരിച്ച് നിന്നോണം. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ സമാധാനത്തോടു കൂടി ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല. ഇവരോടൊക്കെ ചോദിച്ചു നോക്കടി. അടിച്ച് നിന്റെ എല്ലി ഞാൻ ഓടിക്കും. മനസ്സിലായോടി? നിന്റെ അവന്മാരുണ്ടല്ലോ പോലീസുകാര്, അവന്മാരൊക്കെ വെളി. എടി മനസ്സിലായോന്നും? ഞാൻ ഇവിടുത്തെ റാണി. അതുകൊണ്ട് നിന്റെ സമൂഹത്തോടു കൂടി തന്നെ മുത്തം വയ്ക്കാൻ പോകുന്നു. അവളെ തൊട്ടുപോയണ്ടല്ലോ അടിച്ച് നിന്റെ ഷേപ്പ് മാറ്റി തരും. ആഹാ കഴിച്ചിട്ട് ശരിയാക്കുന്നല്ലേ?
ശരിയാ പറയൂ. ഇറങ്ങടി, ഇപ്പൊ നോക്കാം. നീ ഇന്ന് ഞാൻ കണ്ടു കോടതി ഞാൻ എടുക്കും. ശരിപ്പെട്ടി ഞാൻ പറഞ്ഞു തിരിച്ച് ഞാൻ ശരിയാ അക്ഷരം വേണ്ടി പോരുത്. രണ്ടെണ്ണത്തിനും പച്ചവെള്ളം ഒന്നും കിട്ടൂല, കുടിക്കാൻ കഞ്ഞി പോലും കിട്ടൂല. ആഹാ, ജയിലെന്ന് നിങ്ങളുടെ അമ്മായിപ്പന്റെ വീടെന്ന് വിചാരിച്ചോ? രണ്ടെണ്ണത്തിന് നോക്കിയോ ശരിപ്പെടുത്തി കളഞ്ഞാൻ. പ്ലീസ് സിറ്റ് ഡൗൺ. താങ്ക് യു. ഞാനൊരു കാര്യം വിചാരിച്ചാൽ പുവർ ഗേൾ ഗിൽറ്റിയാണെന്ന് സമ്മതിച്ച് അവളുടെ നാശത്തിന് അവൾ തന്നെ കുഴി തോണ്ടി. എല്ലാം നമ്മുടെ രഘുനാഥിന്റെ ഐഡിയയാണ്. ഫ്രണ്ട്സ്, ഈ ശാന്തി എന്റേതാണ്. ഇവളുടെ പാട്ടും നൃത്തവും എനിക്ക് മാത്രമാണ് സ്വന്തം. ബട്ട് ഇന്ന് സ്പെഷ്യൽ പാർട്ടി ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇവൾ ഡാൻസ് ചെയ്യുന്നതാണ്. ഓക്കെ, കം ഓൺ ഡാർലിംഗ്. ഓക്കേ ഡാർലിംഗ്. ഓക്കെ. കഴിച്ചോളൂ. ഇതാ കഴിക്കൂ, നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാ. നീ കഴിച്ചില്ലേ? എനിക്ക് വേണ്ട, ഞാൻ ഒന്നും കഴിക്കില്ല. എനിക്ക് വേണ്ടിയല്ലേ നീ വഴക്ക് കൂടിയെന്ന് ശിക്ഷ അനുഭവിക്കുന്നത്? ഞാൻ കഴിക്കില്ല. നോക്ക്, നീ കഴിക്കുന്നില്ലെങ്കിൽ എനിക്കും വേണ്ട. എന്നാ വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അതിരിക്കട്ടെ, നീ ജയിലിൽ എങ്ങനെ വന്നു?
അതൊരു കഥയാണ്. ദൈവം ഞങ്ങളുടെ കുഞ്ഞുനാളിൽ ഞങ്ങളുടെ അച്ഛനെ കൊണ്ടുപോയി. അമ്മ വാദം വന്ന് കിടപ്പായിരുന്നു. വയസ്സായ അമ്മയെ നോക്കാൻ ഞാനും എന്റെ അനുജത്തി ഗൗരിയും തെരുവിൽ നൃത്തം ചെയ്ത് ഞങ്ങൾ അങ്ങനെ ജീവിച്ചു വരുന്നു. ഒന്നും പേടിക്കാനില്ല. വരണം വരണം വരണം. ഞാനിവിടെ നിന്ന് ബൈനാക്കുലറിൽ കണ്ടു. വണ്ടർഫുൾ. എൻ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഡാൻസ് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇത്ര നല്ല കലാകാരികൾക്ക് നമ്മുടെ നാട്ടിൽ അംഗീകാരം കിട്ടുന്നില്ലല്ലോ.
എന്തുകൊണ്ട് കിട്ടുന്നില്ല? കിട്ടിയാ തീരൂ. ആ അംഗീകാരം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആദ്യം നിങ്ങൾ ഈ തെരുവിലുള്ള കൂത്തൊന്ന് നിർത്തിയേ പറ്റൂ. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിങ്ങൾക്ക് നല്ലതുപോലെ പ്രോഗ്രാം കിട്ടാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്തു. നോക്ക്, നിങ്ങൾക്ക് പണം എത്ര തരാം. എന്നാൽ ഒരു കണ്ടീഷൻ, ഇന്ന് മുതൽ നിങ്ങളുടെ രണ്ടുപേരുടെ നൃത്തവും എന്റെ 2 കണ്ണുകൾക്ക് മാത്രം സ്വന്തമായിരിക്കും. സ്വാതന്ത്ര്യമായി പാടിപ്പറക്കുന്ന പക്ഷിയെ പിടിച്ച് തങ്കക്കൂട്ടിൽ അടച്ചിട്ടാൽ അപ്പോൾ എന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. അതുപോലെ നിങ്ങളെപ്പോലുള്ള പണക്കാരുടെ മുന്നിൽ ആടി നടക്കാൻ ഞങ്ങളെ കിട്ടില്ല. ഈ പുരുഷോത്തമൻ ആഗ്രഹിച്ചത് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാൻ ഈ ലോകത്ത് ആരും ഉണ്ടായിട്ടില്ല. ഞങ്ങളെപ്പോലെ മാനാഭിമാനമുള്ള സ്ത്രീകളെ ഒന്നും നീ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലടാ. അയ്യോ മണ്ടി, തേടി വന്ന ഭാഗ്യത്തിനെ കാലുകൊണ്ട് ചവിട്ടുന്നത് മൂഢത്തരമാണ്. ആലോചിച്ച് പറ. സ്വയം നേടാത്ത ഒരു ഭാഗ്യവും കൈനീട്ടി സ്വീകരിക്കുന്നവരല്ല ഞാനും എന്റെ അനിയത്തിയും. അത് നീ മനസ്സിലാക്കും. നിങ്ങൾ രണ്ടുപേരും ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ചാൽ നിങ്ങളുടെ ദാരിദ്ര്യം എല്ലാം മാറിക്കിട്ടും. ജീവിതകാലം മുഴുവൻ സുഖമായിട്ടിരിക്കാം. നിങ്ങൾ രണ്ടുപേരെയും മഹാറാണി മഹാറാണി പറഞ്ഞാൽ നോക്കിക്കൊള്ളാം. നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ ബംഗ്ലാവ് ഞാൻ കെട്ടിത്തരുന്നുണ്ട്. എന്നെ ഒന്ന് അല്പം സന്തോഷിപ്പിച്ചാൽ മാത്രം മതി. എന്താ? നിന്നെ പോലുള്ള നീചന്മാരും ദുഷ്ടന്മാരും വലിച്ചെറിയുന്ന പിച്ചക്കാശിന് ആഗ്രഹിച്ച് മാനം നിൽക്കുന്ന നാണം കെട്ടവരല്ല. അങ്ങനെയോ? വഴിയുടെ അമ്മേ, ദയവേത് വേണ്ടെന്ന് പറയില്ലമ്മേ. എന്റെ വിവാഹം കഴിഞ്ഞു പോയാൽ അമ്മയെ നോക്കാൻ വേറെ ആരാ ഉള്ളത്? അമ്മ ഈ സ്ഥിതിയിലുള്ളപ്പോ എനിക്ക് വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ല. എന്നാൽ ഗൗരിയുടെ കാര്യം അതല്ല. നാളെ അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിക്കാമെന്നും കൂടെ വിളിച്ചോണ്ട് പോകാമെന്ന് ആ സ്കൂൾ മാസ്റ്റർ സമ്മതിച്ചിരിക്കുകയാണ്. ഞാനും ആ മാസ്റ്റർക്ക് വാക്കുകൊടുത്തമ്മേ. ഇപ്പൊ അമ്മ ഇതിന് തടസ്സം നിന്നാൽ ഇതും മുടങ്ങിപ്പോവും അമ്മേ. എന്തു വന്നാലും ഗൗരിയുടെ കല്യാണം നീട്ടിവെക്കുന്ന എനിക്ക് ഇഷ്ടമല്ല അമ്മേ. ദയവീത് സമ്മതിക്കണമേ. അവളെ ആശീർവദിക്കണമേ. നോക്കൂ, ഞാൻ ഗൗരിക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ച സാരിയാ. എങ്ങനെയുണ്ടമ്മേ? നന്നായിട്ടുണ്ടോ? ശരി മോളെ, ദൈവമൊക്കെ നല്ലത് വരുത്തട്ടെ. ഗൗരി, ഇതെങ്ങനെയുണ്ട് നോക്ക്. വളരെ നന്നായിട്ടുണ്ട്. ആട്ടെ, ഇത്രയും വിലയുള്ള സാരി എന്തിനാ ചേച്ചി? ഏയ്, നിന്നേക്കാൾ വലുതാണോടി പണം? നീ അമ്മയ്ക്ക് കഞ്ഞി ഉണ്ടാക്കി കൊടുക്ക്. ഞാൻ കടയിൽ ചെന്ന് നിനക്കുള്ള ആഭരണം മേടിച്ചോണ്ടിരാം. ശരി ചേച്ചി, ഞാൻ വരണേ. ശരി മോളെ, രാത്രി ആകുന്നതിന് മുമ്പ് വരണേ. ഗൗരി, നിന്റെ കല്യാണം അമ്പലത്തിൽ വെച്ച് നടത്താനല്ലേ തീരുമാനിച്ചിരിക്കുന്നത്? എനിക്ക് അവിടെ വരാനുള്ള യോഗമില്ലല്ലോ മോളെ. അതുകൊണ്ട് ഈ സാരി ഉടുത്ത് എന്നെ മണവാട്ടി വേഷത്തിൽ കാണാൻ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. ഒന്നും ഉടുത്തിട്ട് വാ മോളെ. അങ്ങനെ ആവട്ടമേ. എന്റെ മോളെ, കണ്ണു നിറയെ കണ്ടു. എനിക്കിപ്പോ സന്തോഷമായി. വേഗം പോയി ഇതൊക്കെ അഴിച്ചു വെച്ചേക്കോ നീ. വേണ്ടമ്മേ, ചേച്ചി വരുന്നത് വരെ ഞാൻ ഇങ്ങനെ ഇരിക്കാം. ഈ വേഷത്തിൽ ഈ അനുജത്തെ കണ്ട് ചേച്ചി സന്തോഷിക്കട്ടെ. യെസ് പുരുഷോത്തമൻ, എന്താണ് അബട്ട്? രാധ ആവരണം പർച്ചേസ് ചെയ്യാൻ നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുണ്ടോ? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. സൗകര്യമായി. നീ ഫോൺ നോക്കിയാ. ആര്? മാനേജറാണോ? ഞാനാ. ആ രാധ എന്ന തെരുവിലൊക്കെ ഡാൻസ് കളിക്കുന്ന പെണ്ണില്ലേ, ആഭരണങ്ങൾ വാങ്ങാൻ നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുണ്ട്. ബില്ല് കൊടുക്കാതെ പണം വാങ്ങിക്കൊണ്ട് ആഭരണങ്ങൾ കൊടുത്തേക്കും. അവൾ പോയതിനു ശേഷം പോലീസിന് ഫോൺ ചെയ്ത് ആഭരണങ്ങൾ മോഷ്ടിച്ചെന്ന് പറയും. ബാക്കി വരുന്ന കാര്യങ്ങൾ ഞാൻ SP യോട് സംസാരിച്ച് ശരിയാക്കാന്ന്.
ഇൻസ്പെക്ടർ ജോൺസൺ. സർ. ഓക്കെ സർ. ഇതാ പോകും സാർ, ഇവിടെ തന്നെ. വണ്ടി നിർത്തോ. നിക്കണേ ഇവിടെ. ഇവിടെ തന്നെ സാർ. ഇവളോ? ആ, ആഭരണക്കടയിൽ പോയിരുന്നോ? എന്തിന്? ചെയിനും 2 വളയലും വാങ്ങാൻ. എവിടെ കാണിക്കൂ. ഇത് തന്നെയാണ് സാർ. ഇവൾ ഞങ്ങളുടെ കടയിൽ വന്ന ആഭരണങ്ങൾ തിരിച്ചു മറിച്ചു നോക്കി, എന്നിട്ട് ഒന്നും വാങ്ങാതെ തിരിച്ചു പോന്നു. ഇവൾ പോയതിനു ശേഷം നോക്കിയപ്പോ ആഭരണങ്ങൾ കാണാനില്ല. അതുകൊണ്ടാ ഫോൺ ചെയ്തത്. സാർ, ഇത് ഞാൻ പണം കൊടുത്ത് വാങ്ങിച്ചതാണ് സാർ. ബില്ലെവിടെ? അവര് ബില്ല് വേണ്ടെന്ന് പറഞ്ഞു സാർ. ഓഹോ, ബില്ല് വേണ്ടെന്ന് പറഞ്ഞോ? കേരള ജീപ്പില് ഇത് പണം കൊടുത്ത് വാങ്ങിച്ചാണ് സാർ. അതൊക്കെ കോർട്ടിൽ പറഞ്ഞാൽ മതി. യു ആർ അണ്ടർ അറസ്റ്റ്. ജീവിക്കല്ലോ. അമ്മേ, എന്താ മോളെ? ചേച്ചി ഇതുവരെ കണ്ടില്ലല്ലോ. വളരെ നന്നായിട്ടുണ്ട്. വിശന്ന് പൊരിഞ്ഞു വരുന്നവന് വിഭവ സമൃദ്ധമായ സദ്യ കിട്ടിയ പോലുണ്ട്. നീയോ? എന്തിനോടോ? മര്യാദയ്ക്ക് വിളിപ്പിച്ചു, ചോദിച്ചത്ര പണം തരാമെന്ന് പറഞ്ഞപ്പോ അന്നെന്റെ ചെകിട്ടത്തടിച്ചു പോയില്ലേ നിന്റെ ചേച്ചി. ഈ പുരുഷോത്തമൻ എന്താഗ്രഹിച്ചാലും അത് സാധിക്കാതെ പോയിട്ടില്ല. ശരി മുതലാളി. നേരെ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു. എന്റെ വീട്ടിലേക്ക്? എന്തിന്? പേടിക്കണ്ട, ഞാൻ നിങ്ങളെ കൊല്ലാനോ പകരം വിട്ടാനോ വന്നതല്ല. പിന്നെ എന്തിനാണ് വന്നത്? ജയിലിലായിരുന്ന സമയം മുഴുവനും ഞാൻ ചിന്തിക്കുകയായിരുന്നു, അന്ന് നിങ്ങൾ പറഞ്ഞതനുസരിച്ചിരുന്നെങ്കിൽ എന്റെ അമ്മയും അനുജത്തിയും മരിക്കുമായിരുന്നില്ല. ഞങ്ങൾക്ക് സന്തോഷമായിട്ടും സുഖമായിട്ടും ജീവിക്കാമായിരുന്നു. അന്ന് എനിക്ക് ആ ബുദ്ധി ഇല്ലാതെ പോയി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ പറയുന്നത് എന്തും അനുസരിക്കാൻ തയ്യാറായിട്ടാണ്. എന്തും അനുസരിക്കാൻ. നിങ്ങളുടെ കാലിൽ വീണ് അപേക്ഷിക്കാണ്. എന്നെ സ്വീകരിക്കും. എനിക്ക് ആരുമില്ല, എന്നെ രക്ഷിക്കും. എന്നെ ഉപേക്ഷിക്കരുത്. നീ എന്നെ അനുസരിക്കാമെന്ന് സമ്മതിച്ചോ? ശരി തന്നെ. എല്ലാം അനുഭവിച്ചപ്പോഴാണ് ബുദ്ധി വന്നത്. എന്നെ കൈവിടരുത്. ഞാൻ നിങ്ങളെ വിശ്വസിച്ചാണ് വന്നത്. എന്നെ വിശ്വസിക്കൂ. നിന്നെ പോലത്തെ പെൺസർപ്പം
ഇത്ര പെട്ടെന്ന് ഇറങ്ങി ഓടി വന്നത് എനിക്ക് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല. അതെന്താ? അപ്പോ എന്നെ വിശ്വാസമില്ലേ? എന്റെ വലത് കൈക്ക് ഇടത് കൈയേ വിശ്വാസമില്ല. അതാണ് എന്റെ സ്വഭാവം മോളെ. നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ. ഈ മാളികന്ന് താഴെ ചാടണോ അതോ വിഷം കുടിച്ചു മരിക്കണോ? എന്ത് ചെയ്യണം? വേണ്ട വേണ്ട, അത്ര വലിയ ത്യാഗമൊന്നും വേണ്ട. ഞാൻ പറയുന്ന പോലെ അനുസരിച്ചാ മതി. ആട്ടെ, നിങ്ങൾ പറയുന്നത് എന്തും അനുസരിച്ചോളാം. വെരി ഗുഡ്. ഇതാണ് നിനക്കുള്ള ആദ്യത്തെ ടെസ്റ്റ്. ഹലോ, ഞാൻ പുരുഷോത്തമനാണ് സംസാരിക്കുന്നത്. ഹലോ മിസ്റ്റർ പുരുഷോത്തമൻ, ഗുഡ് മോർണിംഗ്. എന്ത് പാർട്ടിയോ? 7 മണിക്കോ? ഓക്കെ, ഷുവർ, ഐ വിൽ കം. താങ്ക് യു. സോറി ഡിയർ, ഇന്നത്തെ നമ്മുടെ സിനിമ പ്രോഗ്രാം ക്യാൻസൽ. ഇങ്ങനെയുള്ള പാർട്ടികൾക്ക് ചേട്ടൻ പോകുന്നത് എനിക്കിഷ്ടമല്ല. ലുക്ക് ദുർഗ, ഇങ്ങനെയുള്ള പാർട്ടിക്ക് വലിയ വലിയ ആൾക്കാർ വന്നിരിക്കും. അവരുമായിട്ടുള്ള കൂട്ടുകെട്ട് നമുക്ക് ആവശ്യമാണ്. വേണ്ട ഏട്ടാ, അതുകൊണ്ട് നമുക്ക് എപ്പോഴും ആപത്താണ്. ആപത്തോ? ഡോണ്ട് ബി സില്ലി, ഐ നോ ഹൗ ടു മാനേജ് ഇറ്റ്. ബൈ ദ ബൈ, രാത്രിയിൽ നീ ഊണ് കഴിച്ച് കിടന്നോളൂ, വെയിറ്റ് ചെയ്യണ്ട. ആരാ? ഞാനടി. അത് നിന്നോട് ചോദിക്കേണ്ടത്. അതേ, ഞാനാണ് ഇവിടുത്തെ റാണി. നീ എന്തിനിവിടെ വന്നടി മൂദേവി? നീയാടി മൂദേവി. ഞാൻ എന്തിനിവിടെ വന്നെന്ന് പോയി ചോദിച്ചു നോക്ക് നിന്റെ മുതലാളിയോട്. മുതലാളിക്ക് എന്നെ വേണം, എന്റെ ശരീരം വേണം, എന്റെ കൈകൊണ്ട് അവരുടെ ദാഹം തീർക്കണം. അതുകൊണ്ടാ ഞാൻ ഇവിടെ വന്നത്. ഒരിടത്തും കീരിയും പാമ്പും ഒന്നിച്ച് ജീവിക്കില്ല. ഞാനിവിടെ കഴിയണമെങ്കിൽ നിന്റെ നിഴല് കൂടെ കാണാൻ പാടില്ല. മര്യാദക്ക് സ്ഥലം വിടറി. സ്ഥലം ഞാൻ വിടണോ അതെ നീ വിടണോന്ന് നമുക്കൊരു കൈ നോക്കാം. കൊള്ളാലോ, ഹടി നന്നായിട്ടുണ്ട്. നോനോ, നമ്മൾ തമ്മിൽ എന്തിനാ വെറുതെ വഴക്കടിക്കുന്നേ? ഓഹോ, നിനക്ക് ദേഷ്യം വരൂലേ? എന്താ ഇവിടെ ബഹളം? എണീക്ക്. നിങ്ങൾ മനുഷ്യരാണോ അതോ രാക്ഷസികളോ? ഇവിടെ വന്നു. ഏയ്, ശാന്തി, സമാധാനപ്പെട്. പാവങ്ങൾ എടുത്തു ചാടിയാൽ അതിന്റെ കഷ്ടവും നഷ്ടവും അവർക്ക് തന്നെയായിരിക്കും. നോക്ക്, ഇന്ന് മുതൽ ഇവിടെ തന്നെ ഉണ്ടാവും. നിനക്ക് ഇവിടെ അനുസരിച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്ക്, ഇല്ലെങ്കിൽ ഉടനെ സ്ഥലം വിടണം. എന്താ വേണോ നീ തന്നെ തീരുമാനിച്ചോ. ഈ ശാന്തി എല്ലാ സ്ഥലത്തും റാണിയായിട്ടേ ഇരുന്നിട്ടുള്ളൂ, ദാസിയായിട്ട് ഇരുന്നിട്ടില്ല. ഇത്രയും കാലം നിങ്ങളെ സേവിച്ചതിന് എനിക്ക് നല്ല പ്രതിഫലം കിട്ടി. നീ പറയുന്നതെല്ലാം കേട്ടാൽ ഞാൻ നിന്റെ ഭർത്താവാണെന്ന് തോന്നുമല്ലോ. സന്തോഷം. ഇതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. ഞാൻ പോകുന്നു. രാധേ, നമ്മുടെ ശനി ഒഴിഞ്ഞു. ഇനി നമുക്ക് സന്തോഷിക്കാം.
ഹലോ രമ. ഇൻസ്പെക്ടർ സാർ, നിങ്ങളോ? അതെ, ഇന്ന് നിന്നെ വിടുന്ന ദിവസമല്ലേ, അതുകൊണ്ടാ വന്നത്. എനിക്ക് വേണ്ടി വന്നോ? അതെ, നിന്നെ ശിക്ഷിച്ചതിന് ശേഷം നിന്നെപ്പറ്റി വളരെയേറെ ചിന്തിച്ചു. നീ നിരപരാധിയാണെന്ന് മനസ്സിലായിട്ട് കൂടി എന്നെ കൊണ്ട് നിന്നെ സഹായിക്കാൻ സാധിച്ചില്ല. ഇനി ഒരു സംഗതി കേൾക്കണം. നിന്റെ വീട് ആ പുരുഷോത്തമൻ കൈവച്ചപ്പെടുത്തി. നിനക്ക് വേറെ ആരുമില്ലെന്നല്ലേ നീ പറഞ്ഞത്? ഇന്നു മുതൽ നിനക്ക് ഞാനുണ്ട്. നിനക്കിഷ്ടമാണെങ്കിൽ എന്റെ വീട്ടിൽ വിളക്കേറ്റാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. സാർ, പോലീസുകാർക്കൊരു ഹൃദയമുണ്ടെന്ന് നിങ്ങൾ തെളിയിച്ചിരിക്കുന്നു. ഞാൻ ജയിലിൽ പോയി വന്നവളാണ്. മുൻപൊരിക്കൽ മറ്റൊരാളെ സ്നേഹിച്ചിരുന്നു. അനാഥയാണെന്ന് അറിഞ്ഞിട്ടും കൂടി ഇങ്ങനെ പറയുന്നു സാർ. ഈ ഇൻസ്പെക്ടർ നാരായണൻ കൂടെ അനാഥനാണ്. കുഞ്ഞായിരുന്നപ്പോൾ കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിയപ്പെട്ടവനാണ് ഈ ഞാൻ. അച്ഛനും അമ്മയും ആരാണെന്ന് എനിക്കറിയില്ല. അനാഥാലയത്തിലെ ശിവാനന്ദ സ്വാമികളാണ് എന്നെ വളർത്തിയത്. ആശ്രമത്തിൽ എന്നെപ്പോലെ എത്രയോ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, ആണായും പെണ്ണായും. അതുകൊണ്ടാണ് എനിക്ക് നിന്നോട് പ്രത്യേകത. അതിരിക്കട്ടെ, ഞാൻ ചോദിച്ചതിന് ഉത്തരം തന്നില്ല. സാർ, ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞു എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ ഇപ്പോഴും അത് തന്നെ പറയുന്നത്. നിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഹായ് രമ്യ. സുഖാണോ? സാർ, ഇതെന്റെ സ്നേഹിതയാണ് രാധ. നമസ്കാരം. രാധെ, ഇത് ഇൻസ്പെക്ടർ നാരായണൻ. വാ നമുക്ക് പോവാം. ഇന്ന് തന്നെ ഇവിടെ എന്തിനൊന്നു? എന്റെ രവിയെ കാണാൻ. വീട്ടിൽ വന്ന് കാണുന്ന അത്ര ശരിയല്ലല്ലോ. രവി ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാമായിരുന്നു. നിന്റെ മുഖം കാണുന്നത് എനിക്കിഷ്ടമല്ല, നിന്നോട് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്നാൽ ഞാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ കാണാൻ വന്നത്. നിങ്ങളുടെ അച്ഛൻ വലിയ സ്ഥലത്ത് വിവാഹം ആലോചിച്ചിരിക്കുന്നത് ഞാൻ കേട്ടു. അത് വേണ്ടെന്ന് പറയാനൊന്നല്ല ഞാൻ ഇവിടെ വന്നത്. എന്നാൽ ഞാൻ വന്ന കാര്യം വേറെ. എന്താണ്? ജീവിതത്തിൽ സ്നേഹം, വിവാഹം, സുരക്ഷിതത്വം ഇതൊക്കെ നിങ്ങളെപ്പോലുള്ള പണക്കാർക്ക് മാത്രമാണ്. പാവങ്ങൾക്ക് അതിന് അർഹതയില്ല. നിങ്ങളിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. വാട്ട്? അതെ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് തെറ്റായിപ്പോയി. നിങ്ങളെ എത്ര മറക്കാൻ ശ്രമിച്ചാലും കഴിയുന്നില്ല. പക്ഷെ ഒരു ദിവസമെങ്കിലും നിങ്ങൾ എന്റേതും ഞാൻ നിങ്ങളുടേതുമായി കഴിയണം. ഈ ഒരു ആഗ്രഹം മാത്രമേ ജീവിതത്തിൽ എനിക്കുള്ളൂ. ഞാൻ നിങ്ങളെ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. പ്ലീസ്. എങ്കിൽ ഇപ്പൊ തന്നെ ഇവിടെ റൂം പറയട്ടെ? വേണ്ട വേണ്ട, നമുക്ക് എന്റെ വീട്ടിൽ പോവാം. പോയേ ഫിനിഷ് ഇറ്റ്. ഇതാ കുടിക്കൂ. നീ ഇങ്ങനെ കുടിപ്പിച്ച ഞാൻ ഇപ്പൊ തന്നെ ഉറങ്ങി പോകത്തില്ലേ? ഇതാ. ശ്ശോ. ശ്ശോ. എന്താ എന്താ വലിപ്പിള്ള, ഇതുവരെ നാട്ടിൽ പോയില്ലേ? എങ്ങനെ പോകാനാ? ഉള്ളത് ഒരു ബസ്, അത് നിർത്താതെ പോയി. ഇനി നാളെ രാവിലെ പോകാൻ പറ്റൂ. അതാരാ കുഞ്ഞ്? ആരാ അത്? അത് എന്റെ അടുത്തൊരു സ്നേഹിതനാ. അതെയാ? എന്നെ കാണാൻ വന്നതാ. അതെയോ? ആ, പോട്ടെ പോട്ടെ പോട്ടെ. വല്ലാണ്ട് വിശക്കുന്നു. ഇനി നാളെ രാവിലെ നാട്ടിൽ പോവാ. ഇനി 2 ദിവസം കഴിഞ്ഞ് കുഞ്ഞിന്റെ വല്ലതും കിട്ടത്തുള്ളൂ. വല്ലാണ്ട് ശരി. വിശക്കുന്നു. വല്ലതും താ കുഞ്ഞ്. പോയി കൈ കഴുകിയിട്ട് വാ. കഴിയണോ? ഉം. ഛേ, നല്ല സമയത്തെല്ലാം നശിപ്പിച്ചു. ഞാൻ പോകുന്നു. വിഷമിക്കരുത് രവി, നാളെ തീർച്ചയായും വരണേ. ഞാൻ കാത്തിരിക്കും കേട്ടോ. ഓക്കേടാ.
തീർച്ചയായും വരണേ. അങ്ങനെ എനിക്ക് നാളെ ആയിരിക്കും നിങ്ങളുടെ ആദ്യ രാത്രി. നാളെ രവി വരും. എന്റെ ആഗ്രഹങ്ങൾ നിറവേറും. രാധേ, നമ്മുടെ രവിയുടെ വിവാഹം ഈ നാട്ടിൽ ആരും നടത്താത്ത വിധത്തിൽ ഗംഭീരമായി നടത്താൻ ഞാൻ തീരുമാനിച്ചു. എന്ത് പറയുന്നു? ആഹാ, നിങ്ങൾ ഗംഭീരമായി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ആ പഴയ രമയില്ലേ, അവളുടെ കൂടെ ദിവസവും കറങ്ങാണ് നിങ്ങളുടെ മോൻ. രമ? ആ, അവളെന്നാ ജയിലിൽ നിന്ന് വന്നത്? അവൾ എന്ന് വന്നോ അന്ന് തുടങ്ങി ഈ ബന്ധം. ഓഹോ, ഇതിങ്ങനെ വിട്ടാൽ കാര്യം വഷളാണ്. ഇതിനെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അതെന്താണെന്ന് എന്നോട് പറയില്ലേ? നിന്നോട് ഞാൻ പറയില്ലേ, കാതിഞ്ഞോണ്ട. അതെന്തിനാ? നീ ഇന്ന് മരിക്കുന്ന ദിവസമല്ലേ? അതാ. മരിക്കുന്ന ദിവസോ? എന്താ നീ പറയുന്നത്? അതെ രമേ, ഇന്ന് രാത്രി നീ ഉറങ്ങിക്കിടക്കുമ്പോ ഈ വീടിന് തീ വയ്ക്കാൻ ആ പുരുഷോത്തമൻ ഏർപ്പാട് ചെയ്തിരിക്കുന്നു. മരിക്കുമ്പോ നല്ല വേഷമൊക്കെ ഇട്ട് മരിക്കുന്നല്ലേ നല്ലത്. അതുകൊണ്ടാ. അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുന്നു. നോക്കൂ, എനിക്ക് സമയമില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇത് സ്ലീപ്പിംഗ് പിൽസ്. ഇത് നല്ലവണ്ണം പൊടിച്ച് അല്പം മദ്യത്തിലിട്ട് രവിക്ക് കൊടുക്കണം. നിന്റെ ഫസ്റ്റ് നൈറ്റ് നന്നായിരിക്കും. മകന്റെ ആഗ്രഹം ഫസ്റ്റ് നൈറ്റ്, അച്ഛന്റെ ആഗ്രഹം വീടിന് തീവയ്ക്കൽ, രണ്ടുപേരുടെ ആഗ്രഹം ഫിനിഷ്. രവി, നിൽക്കവിടെ. മദ്യപാനം, വ്യഭിചാരം, ചതി, വഞ്ചന, കൊല, കള്ളക്കടത്ത്, ബ്ലാക്ക് മെയിലിംഗ് മുതലായ എല്ലാ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുകയും ചെയ്യിക്കുന്നവനുമാണ് ഈ പുരുഷോത്തമൻ. അങ്ങനെയുള്ള എന്റെ മകൻ വ്യഭിചരിക്കാൻ പോകുന്നു എന്നറിഞ്ഞാൽ ആകാശം ഇടിഞ്ഞ് വീഴാൻ പോകുന്നു എന്നൊന്നും ഞാൻ വിചാരിക്കില്ല. ഞാനിത് എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ, നിനക്ക് മാന്യമായ ഒരിടത്ത് വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പ് വിവാഹത്തെപ്പറ്റി ഞാൻ നിന്നോട് പലതവണ സൂചിപ്പിച്ചപ്പോഴെല്ലാം നീ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ആ രമ, ഞാനാണ് നിന്റെ അച്ഛനെന്ന് അറിഞ്ഞിട്ടും എന്നെ കൊല്ലാൻ വന്നതും അവൾ ജയിലിൽ പോയതും മറ്റെല്ലാ കാര്യങ്ങളും നിനക്കറിയാം. അവൾ ജയിലിൽ നിന്ന് വന്നതും അവളുടെ പുറകെ ചുറ്റിക്കറങ്ങണമെങ്കിൽ നിനക്ക് അവളോട് എത്ര മോഹമുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എടാ, ഒരു കാര്യം മാത്രം പറയാം, ഓർമ്മിച്ചോ. എന്റെ ജന്മശത്രു, അജന്മശത്രു. നോക്ക് നോക്ക്, നീ ആ പെണ്ണിന്റെ കൂടെ അല്ലാതെ വേറെ ഏത് പെണ്ണിന്റെ കൂടെ പോയാലും ഞാനൊരു തടസ്സവും പറയില്ല. ഡാഡി, എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് സത്യം പറയാതിരിക്കുന്നത് ശരിയല്ല. ഞാൻ അവളെ കാണാൻ തന്നെയാണ് പോകുന്നത്. ഇംപോസിബിൾ. ഞാൻ പറയുന്നത് അനുസരിക്കണം, അനുസരിച്ചേ പറ്റൂ. ഡാഡി, ഞാൻ അവിടെ ചെല്ലാമെന്ന് വാക്ക് കൊടുത്തതാണ്. നിങ്ങളുടെ മകനാണ് ഞാനെങ്കിൽ ഞാൻ ആ വാക്ക് തെറ്റിക്കില്ല. രവി, പുലരുന്നതിന് മുമ്പ് ആ രമി അവളുടെ കുടിലും ഭസ്മമായി മാറിയിരിക്കണം. ആ ഒരു കാര്യം, തീ വയ്ക്കുന്നതിന് മുമ്പ് അവൾ ഒറ്റയ്ക്കാണെന്ന് ബോധ്യം വന്നിട്ട് തീ വയ്ക്കാവൂ. മനസ്സിലായല്ലോ? വയ്ക്കണോ? ഓക്കെ. രാധേ, രാത്രി ഇതിനെങ്കിലും എനിക്ക് ഭാഗ്യമുണ്ടായല്ലോ. അവസാനത്തെ കൂടിക്കാഴ്ചയാണെങ്കിലും. വരൂ. നീ വിചാരിക്കുന്ന പോലെ ഇത് നമ്മുടെ അവസാന രാത്രിയല്ല. ഞാൻ വേറെ വിവാഹം കഴിച്ചാലും ഇടയ്ക്ക് നിന്നെ ഒന്ന് കാണും. ഞാനിതാ വരുന്നു.
നടക്കടി ബോസ്. ഇവൾ നിങ്ങളോട് എന്തോ പകരം ചോദിക്കാൻ വന്നതാണ്. ഞാൻ ഇവളെ അവിടെ വെച്ച് തന്നെ കഥ കഴിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ നിങ്ങളെ അറിയിക്കാതെ അത് ചെയ്യുന്നത് ശരിയല്ലെന്ന് കരുതി. അതുകൊണ്ടാണ് പിടിച്ചോണ്ട് വന്നത്. നീയോ? നീ ഇനിയും മരിച്ചില്ലേ? മരിച്ചത് ഞാനല്ലടാ, നിന്റെ ഒരേ ഒരു മകൻ. നിന്റെ ചതി കൊണ്ട് നിന്റെ മകന്റെ മരണം എന്റെ വീട്ടിൽ നടക്കാൻ വിധിയുള്ളപ്പോൾ അതിനെ മാറ്റാൻ ആരെ കൊണ്ട് സാധ്യമല്ല. നിന്റെ മകനെ ചുട്ടരിച്ച തീയിൽ നിന്നാണ് ഞാനിത് കത്തിച്ചോണ്ട് വന്നത്, നിന്നെ ചൂടാൻ. നീയോ? ആ, ഞാൻ തന്നെ. എല്ലാവരെയും വഞ്ചിച്ച് ദ്രോഹം ചെയ്യുന്നവനാണ് നീ. നിന്റെ കഥ കഴിക്കാൻ വേണ്ടി മാത്രം വന്നവളാണ് ഈ ഞാൻ. മോഷണ കേസിൽ ഞങ്ങൾ രണ്ടുപേരെ നീ ജയിലിൽ അയച്ചു. നീ ആ ചെയ്തത് എത്ര നന്നായെന്നോ. നിന്നോട് പ്രതികാരം ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചത് അവിടെ വെച്ചാണ്. വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നുകൂടിയത്, നിന്റെ ദാസിയായി കഴിഞ്ഞത്. എല്ലാം ഞാൻ സഹിച്ചു. എന്നെ ഞാൻ തന്നെ നശിപ്പിച്ചു. അതെല്ലാം ഞാൻ സഹിച്ചു. എനിക്ക് വേണമെങ്കിൽ എന്നോ കൊല്ലാമായിരുന്നു. എന്നാൽ അതിനു മുൻപ് നിന്റെ ചിങ്കിടികളിൽ ചിലരുടെ കഥ കഴിക്കാനുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ഞങ്ങൾ കാത്തിരുന്നത്. ആ വക്കീലിന്റെ ആത്മഹത്യ, ജഡ്ജിയുടെ മരണം, എസ്പിയുടെ സസ്പെൻഷൻ, ഇതെല്ലാം ഞങ്ങൾ രണ്ടുപേരും കൂടി സാധിച്ചതാണ്. ഏയ് പുരുഷോത്തമ, ഞങ്ങളെ വെറും അബലകളാണെന്നൊന്നും നീ വിചാരിക്കേ വേണ്ട. അടിക്കടി കൊലയ്ക്ക് കൊല. ഞങ്ങളുടെ തീരുമാനത്തിൽ മാറ്റമില്ല. ഇന്ന് നിന്റെ കഥ തീരുന്നു, തീർച്ച.
വിടാനാണ് കൊള്ളുന്നല്ലേ? അന്ന് എന്റെ അമ്മയെ കട്ടിലിൽ കെട്ടിയിട്ട് തീ വെച്ചില്ലേ, അവരെ വേദനിച്ചിരിക്കും. ഓടോ ഇവിടെ. എന്റെ അമ്മയെ നീ ഇതുപോലെ കെട്ടി തൂക്കിയതല്ലേ, അതിന്റെ വേദന ഇപ്പൊ നിനക്ക് മനസ്സിലായോ? കാണ്. കാണണ്ട കാണണ്ട. No! No! Stop it! Stop it! Stop it! നിന്റെ മകളെ ഈ സ്ഥിതിയിൽ കാണേ എത്ര പെൺകുട്ടികളെ നീ ഇങ്ങനെ നശിപ്പിച്ചു. അവരോ അച്ഛനും അമ്മയും പെറ്റു വളർത്തിയവരാണ്, നിന്നെ പോലെ തന്നെ. ഇതെടുത്തത് വേറെ ആരുമല്ല, നിന്റെ ഫോട്ടോഗ്രാഫറാണ്. അവന്റെ ഒരു ക്യാമറ, കാണാൻ പാടില്ലാത്ത പലതും കണ്ട കണ്ണുകളാണ് അവന്റേത്.